തൃശൂരിൽ വൻ ATM കൊള്ള 3 ATM സെന്ററുകളിൽ നിന്നായി 65 ലക്ഷം കൊള്ളയടിച്ചു. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത്. മുഖംമൂടി ധരിച്ചെത്തിയ 4 അംഗ സംഘം ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ചാണ് മോഷണം നടത്തിയത്. ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പങ്കുവയ്ക്കാൻ കഴിയില്ല. എന്തായാലും ഇതിന് പാലക്കാട്, കോയമ്പത്തൂർ, കൃഷ്ണഗിരി, സേലം ഉൾപ്പെടെയുള്ള ജില്ലകളിലും അലർട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഈ മാസം സമാനമായ സംഭവങ്ങൾ നടന്നതായിട്ട് നമുക്ക് എം മനോജുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഈ ATMകളിൽ നൈറ്റ് സെക്യൂരിറ്റി ജീവനക്കാർ ഉണ്ടാകുമല്ലോ. ഈ 3 ATM സെന്ററുകളിലും നൈറ്റ് സെക്യൂരിറ്റി ജീവനക്കാർ ഉണ്ടായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത്തരത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു കവർച്ച നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലൊരു മാറ്റമുള്ളത്, അതായത് ആദ്യം കോലഴി എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ആദ്യം മാപ്രാണത്താണ് ഇത്തരത്തിലൊരു ഈ മോഷണം നടക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഷൊർണൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ATMലേക്ക് എത്തുന്നു. പിന്നാലെയാണ് കോലഴി വഴി അവസാനം ഒരു മോഷണം നടക്കുന്നത്. ഇതിൽ 3ലും ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ പാറ്റേൺ തന്നെയാണ്, ഒരേ സംഘം തന്നെയാണ് എന്നുള്ളത്. അതിൽ കൃത്യമായും ആദ്യം ഈ കാറിൽ ഈ സംഘം എത്തുന്നു. അതോടൊപ്പം തന്നെ ആദ്യം CCTVകൾ, അതായത് ഈ ATMനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTVകളിൽ സ്പ്രേ ചെയ്തുകൊണ്ട് ആ ക്യാമറകൾ കേടാക്കുന്നു. അതിനുശേഷമാണ് ഈ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ ATMകൾ തകർത്ത് അതിൽ നിന്നും പണം എടുത്തിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ഒരേ പാതയിലുള്ള ATMകളാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. SBIയുടെ ATM, ഈ ഷൊർണൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന SBIയുടെ ATMനെ സംബന്ധിച്ചിടത്തോളം അതിന് ഓപ്പോസിറ്റായി ഒരു സ്വകാര്യ ആശുപത്രി, അതോടൊപ്പം തന്നെ മറ്റ് കടകളൊക്കെ സജീവമായിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ്. അതോടൊപ്പം പോലീസിന്റെ പട്രോളിങ്ങും നിരന്തരമായി നടക്കുന്ന സ്ഥലം, പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള നഗരത്തിന്റെ ഹൃദയഭാഗം തന്നെയാണ്. പക്ഷെ അവിടെയും അതിവിദഗ്ധമായി ഒരു മോഷണം നടത്തിയിരിക്കുകയാണ്. കൃത്യമായും കമ്മീഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ സംഘത്തെ കുറിച്ചുള്ള സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഈ മലയാളികൾക്ക് ഇത്തരത്തിലൊരു പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൃത്യമായും ഈ 20 കിലോമീറ്ററിനുള്ളിൽ ഇത്രയും സമയം എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള മോഷണം നടത്താനുള്ള ആസൂത്രണം അത്തരത്തിൽ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിഗമനമാണ് ആദ്യമേ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ മലയാളികളാകാൻ സാധ്യത ഇല്ല എന്നുള്ളത്. പിന്നാലെ പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കടക്കം അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പ്രതികൾ തമിഴ്നാട്ടിലോട്ട് കടക്കാനാണ് സാധ്യത. കാരണം ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള മോഷണ പരമ്പരകളൊക്കെ നടക്കുന്നതായി പോലീസിന് വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. കാരണം ഷൊർണൂർ റോഡ് വഴി ഇത്തരത്തിൽ പാലക്കാട് വഴി അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്കും സേലത്തേക്കൊക്കെ പോകുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ ആദ്യം മാപ്രാണത്ത് നിന്ന് ഇത്തരത്തിലൊരു മോഷണം, അതിൽ 35 ലക്ഷം രൂപ. അത് കഴിഞ്ഞ ശേഷം ഈ ഷൊർണൂർ റോഡിലെത്തി ഈ നഗരഹൃദയത്തിലുള്ള ATMൽ നിന്നും 9.5 ലക്ഷം രൂപ എന്നുള്ള കാര്യമാണ് അറിയുവാൻ സാധിച്ചത്. പിന്നീടാണ് ഈ കോലയിലേക്ക് എത്തുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു മോഷണ പരമ്പര ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം ഈ ഒരു സംഘത്തിന്റെ കാറ്, അത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ കാറിൽ നിന്ന് ഇറങ്ങി മുഴുവനായും ഈ ATM കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ ഒരു മോഷണം, അതോടൊപ്പം തന്നെ ഈ കാറിന്റെ ഇന്നോവ ക്രിസ്റ്റയാണ് വെള്ള നിറത്തിലുള്ള കാർ. ആ കാറിന്റെ നമ്പർ വ്യാജമാണെന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഈ കാറിലാണ് സഞ്ചരിച്ചുകൊണ്ട് ഇവർ ഈ മോഷണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ പോകുവാൻ തിരഞ്ഞെടുത്ത വഴി, അത് കൃത്യമായും ഈ ഷൊർണൂർ റോഡ് വഴി പാലക്കാടേക്കുള്ള അതുവഴി തമിഴ്നാട്ടിലേക്ക് കടക്കുവാനുള്ള ഒരു പാത തന്നെയെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ഈ ടോൾ ബൂത്തുകൾ ഇല്ലാത്ത വഴിയായിരിക്കണം ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം ടോൾ ബൂത്തുകളിൽ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായും അവിടെ ക്യാമറയുണ്ട്. അതിലൂടെ തന്നെ പിടിക്കപ്പെടുവാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വഴികൾ ഒഴിവാക്കി കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടി തന്നെ ഒരു പാത തിരഞ്ഞെടുത്താണ് ഇവർ പോയിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാണ്. ഈ തൃശ്ശൂർ നഗരത്തിൽ ഈ 20 കിലോമീറ്ററിനുള്ളിൽ, അതായത് ഇരിങ്ങാലക്കുട മാപ്രാണം, അവിടെ നിന്നും തൃശ്ശൂർ നഗരം, പിന്നാലെ കോലയിലേക്ക് എത്തി ഇത്തരത്തിലൊരു നിശ്ചിത സമയത്തിനുള്ളിൽ മോഷണ പരമ്പര നടത്തിയിരിക്കുകയാണ്. 65 ലക്ഷം രൂപയാണ് ഇവർ കവർന്നതായി പോലീസ് നിഗമനത്തിലെത്തിയിട്ടുള്ളത്. SBI കൊള്ളയടിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ആസൂത്രണം അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ആ ഒരു
കാറും അതോടൊപ്പം അതിലെ മുഖംമൂടി അണിഞ്ഞുകൊണ്ടുള്ള സംഘങ്ങളെത്തി സ്പ്രേ ചെയ്ത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM തകർത്തുകൊണ്ട് ഈ പണം കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു. എന്തായാലും ഈ സമയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദത്തിലാക്കുന്ന കാര്യം കൂടിയാണ്. കാരണം നിരന്തരമായി ഈ പരിശോധന അല്ലെങ്കിൽ നിരീക്ഷണമുള്ള ഒരു സ്ഥലത്ത് ആ നഗര ഹൃദയത്തിൽ വന്ന് ഇത്തരത്തിലൊരു സംഘം മോഷണം നടത്തിയിരിക്കുന്നു. എന്തായാലും അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രതികൾക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. മനോജ്, കവർച്ച നടന്ന 3 ATM സെന്ററും SBIയുടെ തന്നെയാണ്. മാത്രവുമല്ല ഈ 3 ATM സെന്ററുകളിലും നൈറ്റ് ഡ്യൂട്ടി ജീവനക്കാർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇല്ല എന്നൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ 3 കേന്ദ്രങ്ങളിലും ഇത് ഒരുപോലെ തന്നെ 3 ജീവനക്കാർ ഇല്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു അവസരം അല്ലെങ്കിൽ കൃത്യമായി ഈ ഒരു കാര്യം മനസ്സിലാക്കി അല്ലെങ്കിൽ നേരത്തെ തന്നെ ഗൂഢാലോചന നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ വലിയൊരു കവർച്ച ഈ 3 കേന്ദ്രങ്ങളിലും നടത്താൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല ഇത്രത്തോളം CCTV നിരീക്ഷണമുള്ള ഒരു സ്ഥലത്ത് വന്ന് വ്യാജ ബോർഡോടുകൂടി അല്ലെങ്കിൽ വ്യാജ നമ്പർ പ്ലേറ്റോടുകൂടി ഒരു കാറിലെത്തി 4 അംഗ സംഘം കവർച്ച ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ 3 ATM സെന്ററുകളെ കുറിച്ചും കൂടുതലായി അറിയാവുന്ന അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരം വലിയൊരു കവർച്ച നടന്നിരിക്കുകയല്ലേ? ഇത് പെട്ടെന്ന് നടന്ന ഒരു കവർച്ച അല്ല. ഇതിൽ തന്നെ ഈ കൃത്യമായിട്ടുള്ള ആസൂത്രണമുണ്ട്. നേരത്തെ തന്നെ ഇവർ ഈ ATMകൾക്ക് മുന്നിലെത്തി നിരീക്ഷിച്ചിട്ടുണ്ടാകാം എവിടെയൊക്കെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതെന്നും ഏതൊക്കെയാണ് ഒരേ പാതയിലുള്ള ATMകളെന്നും. അതൊക്കെ കൊണ്ട് തന്നെ അത്തരത്തിൽ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവർക്ക് ഇവിടേക്ക് എത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ്. മാപ്രാണത്ത് നിന്നും നേരെ വരുന്നത് ഈ ഷൊർണൂർ റോഡ് വഴി ഷൊർണൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ATMലാണ്. അവിടെയും സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം കോലയിലെത്തുന്നു, അവിടെയും ഇത് തന്നെയാണ് സ്ഥിതി. ഒരേ പാറ്റേണിലുള്ള മോഷണം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഇവർ നിരീക്ഷിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു മോഷണം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സമ്മർദ്ദത്തിലാക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഈ പ്രതികൾ എവിടേക്കാണ് കടന്നിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഏകദേശ സൂചന മാത്രമേ പോലീസിന് ലഭിച്ചിട്ടുള്ളൂ. കൂടുതലും തമിഴ്നാട്ടിലോട്ട് ആകുവാനാണ് സാധ്യത എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എങ്കിലും ഇത്തരത്തിൽ ഈ ഒരു സമയത്തിനുള്ളിൽ അവർ ഈ നഗരത്തിലെ 3 ATMകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഇത്തരത്തിലൊരു മോഷണം അത് പോലീസിനെ ആകെ തന്നെ നാണം കെടുത്തുന്നത് കൂടിയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പോലീസിന്റെ പരിശോധന നടക്കുന്ന സ്ഥലത്ത് ഇത്രയധികം വലിയ ഒരു മോഷണം നടന്നിരിക്കുന്നു. അതും ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ATM മെഷീൻ തകർത്തിരിക്കുന്നത്. അത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു നാണക്കേടിലോട്ട് പോയിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ ഈ ഒരു കുതിരാൻ ദേശീയപാതയിൽ ഒരു മോഷണം നടക്കുന്നത്. അതായത് ഈ സ്വർണ്ണ വ്യാപാരി സ്വർണവുമായി വന്ന സമയത്ത് അവരിൽ നിന്നും 2 കോടി വില വരുന്ന സ്വർണ്ണമാണ് കവർന്നത്. കാറിലെത്തിയ സംഘമാണ് അത്തരത്തിലൊരു കവർന്നുകൊണ്ട് അവരെയും തട്ടിക്കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് ഇറക്കി വിടുന്നത്. അത്തരത്തിൽ ഈ നഗരം അല്ലെങ്കിൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള മോഷണ പരമ്പരകൾ ഈ നടന്നു വരികയാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം, അതായത് ഇത്തരത്തിലുള്ള കവർച്ചാ സംഘങ്ങളെ പിടികൂടാനോ അല്ലെങ്കിൽ അവർക്ക് ഈ പേടി വരുത്തുവാനോ അല്ലെങ്കിൽ ഭയം ഉള്ള ഒരു അവസ്ഥയല്ല തൃശ്ശൂരിലുള്ളത്. കാരണം ഈ മോഷ്ടാക്കളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി തൃശ്ശൂരിൽ വിവിധ ഇടങ്ങളിലായി ഇത്തരത്തിലുള്ള മോഷണ പരമ്പരകൾ നടത്തുന്നു, സ്വർണ്ണ കവർച്ച നടത്തുന്നു, പണം കവരുന്നു. ഇതൊക്കെ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ച തന്നെയാണ്. കാരണം കൃത്യമായും ഈ മോഷ്ടാക്കളെ ഭയപ്പെടുവാൻ അല്ലെങ്കിൽ മോഷ്ടാക്കൾക്ക് വേണ്ടി അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം നിരന്തരമായി ഈ മോഷണ പരമ്പരകൾ നടക്കുമ്പോഴും ഈ പ്രതികളെ പിടികൂടാൻ വൈകുന്നു, കൂടുതൽ പ്രതികളിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിഷയം കൂടെ ആയതോടെ, അതായത് ഇത്തരത്തിലൊരു കവർച്ച കൂടെ ഇവിടെ നടന്നതോടുകൂടി പോലീസ് വളരെയധികം വേഗത്തിൽ ഈ പ്രതികളെ കണ്ടുപിടിക്കുവാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ. സമഗ്രമായ റിപ്പോർട്ട് പങ്കുവയ്ക്കുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് M. മനോജ്.